എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മളെല്ലാവരുടെയും പറമ്പിൽ ഈ മഴക്കാലത്ത് വളർന്നു വരുന്ന ഒരു ചെടി. നമ്മളെല്ലാവരും ഇതിനെ കളാന്നാണ് വിചാരിക്കുക. കഴിയുന്നത് നമ്മളതൊക്കെ പറിച്ച് കളയാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ ഇത് ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. ഇതാണ് പരിപ്പ് ചീര അല്ലെങ്കിൽ സാമ്പാർ ചീര എന്ന് പറയുന്ന ചെടി. വാട്ടർ ലീഫ് എന്നും അതേപോലെ തന്നെ ഫിലിപ്പൈൻ സ്പൈനാഷ് എന്നും പേരുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ 10 മണിപ്പൂവില്ലേ, നമ്മളെല്ലാവരും വീടിൻ്റെ മുറ്റത്ത് ഭംഗിക്ക് നട്ട് വളർത്തുന്ന 10 മണിപ്പൂവിൻ്റെ തറവാട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പേര് പോർട്ട്ലാക്കേസി എന്നാണ്. അതേ തറവാട്ടുകാരനാണ് നമ്മുടെ പരിപ്പ് ചീര. ഇതിന് മാക്സിമം പോയ ഒരു 50 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വളരും. ഇത് കൂടാതെ ഇതിൻ്റെ തണ്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാംസളമായ തണ്ടാണ്, ഇലകളും മാംസളമാണ്. അതേപോലെ തന്നെ ചെറിയൊരു വഴുവഴുപ്പുണ്ടാവും. നമ്മൾ വേവിക്കുമ്പം ചെറിയൊരു വഴുവഴുപ്പ് തുടക്കത്തിലുണ്ടാവും. അത് നമുക്ക് തോരൻ വെക്കുന്ന സമയത്ത് ലാസ്റ്റ് മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ആ വഴുവഴുപ്പ് മാറ്റാനും പറ്റും, നല്ല ടേസ്റ്റിയാവും. ICMRൻ്റെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ കണക്ക് പ്രകാരം ഒരാൾ ഒരു ദിവസം 400 ഗ്രാം പച്ചക്കറി കഴിക്കണം എന്നാണ് പറയുന്നത്. അതിൽ 150 ഗ്രാം ഇലക്കറി ആയിരിക്കണം. നമുക്കറിയാം ചീര പോലുള്ള ഇലക്കറികൾ നട്ടു വളർത്തുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാട് ചില്ലറയൊന്നുമല്ല. ഒരുപാട് കീടങ്ങളും രോഗങ്ങളും അതേപോലെ തന്നെ കൊടുക്കേണ്ട കുറേ ടോണിക്കുകളും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചീരകൃഷിയിൽ ചെയ്യണം. അതേസമയം പരിപ്പ് ചീര എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ശ്രദ്ധയില്ലെങ്കിലും ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. വേനൽക്കാലമാണെങ്കിൽ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ചെടിയാണ് പരിപ്പ് ചീര. അതുമാത്രമല്ല, ഇതിനകത്ത് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയും അതേപോലെ തന്നെ കാൽഷ്യവും മഗ്നീഷ്യവും എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇലക്കറികൾ കഴിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ കൂട്ടേണ്ട ഒന്നാണ് പരിപ്പ് ചീര. ഈ 150 ഗ്രാം പച്ചക്കറി ഒരാൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ദിവസം 4 ആളുള്ള ഒരു വീട്ടിലെന്ന് പറഞ്ഞാൽ നമുക്കൊരു 600 ഗ്രാമെങ്കിലും ഇലക്കറി വേണം. അത് നമുക്ക് വളരെ നോർമലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ നമുക്ക് കൂട്ടേണ്ട ഒന്ന് തന്നെയാണ് പരിപ്പ് ചീര. കാരണം വളരെ പെട്ടെന്ന് വളരുകയും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പച്ചക്കറിയാണ് സാമ്പാർ ചീര അല്ലെങ്കിൽ പരിപ്പ് ചീര എന്ന് പറയുന്ന സാധനം. ഇത് നമുക്ക് പരിപ്പിൻ്റെ കൂടെ ഇല ഇട്ടിട്ട് നമുക്കത് മുളൂഷി ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ തണ്ട് ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള തണ്ടാണ് കേട്ടോ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള കഷ്ണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്നുകിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റും മണിര കമ്പോസ്റ്റോ പൊടിഞ്ഞ കാലിവളമോ മേൽമണ്ണോ ഒക്കെ ചേർത്തിട്ട് ഒരു കുഴി എടുത്തിട്ട് അതിനകത്തോട്ട് ഇത് നട്ടാൽ മതി. മഴക്കാലത്താണ് കേട്ടോ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതേസമയം വേനൽക്കാലത്ത് വരുന്ന സമയത്ത് നമ്മൾ കിടക്കൊന്ന് നനച്ചു കൊടുത്താൽ മതി. ഓരോ പ്രാവശ്യം നമ്മൾ ഇല നുള്ളി എടുക്കുമ്പോഴും പുതിയ ബ്രാഞ്ചസ് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ എപ്പോഴും ബുഷിയായിട്ടിരിക്കും. അല്ലാതെ ഒരു കഷ്ണം എടുത്ത് കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷമല്ല പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുക. അതേപോലെ നട്ട് കഴിഞ്ഞാൽ ഒരു 1.5 മാസത്തിനകം തന്നെ നമുക്ക് വിളവെടുക്കാൻ തുടങ്ങുകയും ചെയ്യാം. ചില സ്ഥലങ്ങളിലൊക്കെ എന്താ ചെയ്യാറ്, ഈ ഇലകളും അതേപോലെ തന്നെ തണ്ടും പൂക്കളും പിങ്ക് നിറത്തിലുള്ള കുഞ്ഞു പൂക്കളാട്ടോ ഇതിനുണ്ടാവുക. നല്ല ഭംഗിയാട്ടോ. നമ്മൾ മുറ്റത്ത് ഒരു ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക സ്റ്റൈലും ഉണ്ട്, ഒരു തിളക്കുണ്ട് ഇതിൻ്റെ ഇലക്ക്. അതേപോലെ തന്നെ പിങ്ക് നിറത്തിലുള്ള പൂക്കളുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകളും തണ്ടുകളൊക്കെ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് നമ്മളൊരു കഷായം പോലെ വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ലങ്സിനുണ്ടാവുന്ന ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾക്കും അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസിനും സ്കിൻ ഡിസീസസിനും ഒക്കെ തന്നെ ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സിന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ മുലപ്പാൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വലിയ ശ്രദ്ധയൊന്നും ഇല്ലാതെ നമുക്ക് നല്ലൊരു വെജിറ്റബിൾ നമുക്ക് കിട്ടുന്നു. ഒരു പെസ്റ്റ് ഡിസീസും ഇല്ല, ഒരു പെസ്റ്റിസൈഡും യൂസ് ചെയ്യേണ്ട, രാസവളങ്ങൾ അല്ലെങ്കിൽ കാൽഷ്യം പൊട്ടാഷ്യം അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. നന്നായിട്ട് അങ്ങ് വളർന്നോളും. അപ്പോൾ തീർച്ചയായും മഴക്കാലത്ത് നിങ്ങളുടെ പറമ്പിൽ ഇതുണ്ടെങ്കിൽ പറിച്ച് കളയല്ലേ എന്ന് പറയാനാട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.